നവീകരണം പൂർത്തിയാക്കി മട്ടാഞ്ചേരി ടൗൺ ഹാൾ തുറക്കുന്നു. ആദ്യ പരിപാടി 18-ന്. വർഷങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന മട്ടാഞ്ചേരി നെഹ്റു മെമ്മോറിയൽ ടൗൺ ഹാൾ ഒടുവിൽ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുന്നു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ടൗൺ ഹാൾ 18-ന് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. ഔപചാരിക ഉദ്ഘാടനമൊന്നുമില്ലാതെ വിവാഹത്തിനായാണ് ടൗൺ ഹാൾ തുറന്നു നൽകുന്നത്. ശോചനീയാവസ്ഥയിലായ ടൗൺ ഹാൾ അടഞ്ഞുകിടന്നിരുന്നത് മൂലം സാധാരണക്കാർക്ക് കല്യാണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് സ്വകാര്യ ഹാളുകൾക്കായി വൻതുക ചെലവഴിക്കേണ്ട സാഹചര്യമായിരുന്നു. തുടർന്ന് BPCLന്റെ സഹകരണത്തോടെ 1.5 കോടി രൂപ ചെലവഴിച്ച് ടൗൺ ഹാളിന്റെ നവീകരണ ജോലികൾ ആരംഭിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്താണ് ടൗൺ ഹാൾ തുറക്കുന്നത്. സാധാരണ ഡൈനിങ് ഹാളിന് പുറമെ 2000 ചതുരശ്ര അടിയിൽ വെജിറ്റബിൾ ഡൈനിങ് ഹാളും നിർമ്മിച്ചിട്ടുണ്ട്. പ്രധാന ഹാളിൽ ആധുനിക രീതിയിലുള്ള തിയേറ്റർ ടൈപ്പ് കസേരകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 1000-ഓളം കസേരകളാണ് സ്ഥാപിക്കുന്നത്. വിപുലമായ പാർക്കിംഗ് സൗകര്യം പ്രത്യേകതയാണ്. VIPകൾക്കായി AC ലോബിയുമുണ്ട്. ഫൗണ്ടൻ, പൂന്തോട്ടം, ആർച്ച് എന്നിവയും മനോഹരമാണ്. ആധുനിക രീതിയിലുള്ള സ്ഥിരം സ്റ്റേജ് സംവിധാനവും ടൗൺ ഹാളിന്റെ പ്രത്യേകതയാണ്. 17 ശുചിമുറികളുണ്ട്. 100 പേർക്ക് ഒരേ സമയം കൈകഴുകുന്നതിനും സംവിധാനമുണ്ട്. റസിയ സിറാജ് ദമ്പതികളുടെ മകൾ റജ ഫാത്തിമയുടെയും ബസ്രിയ നാസർ ദമ്പതികളുടെ മകനായ നബീലിന്റെയും വിവാഹ ചടങ്ങുകളാണ് നവീകരണത്തിന് ശേഷം തുറക്കുന്ന 18-ന് നടക്കുക. ടൗൺ ഹാൾ തുറക്കുന്നതോടെ ഇത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാവും. ജനങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്വകാര്യ ഹാളുകളിലാണ് കല്യാണം ഉൾപ്പെടെ നടക്കുന്നത്. സാംസ്കാരിക പരിപാടികൾക്കും ഹാൾ പ്രയോജനപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് വിവിധ സംഘടനകളും. കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിലാണ് ടൗൺ ഹാൾ നവീകരണം നടന്നത്. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.